മക്കളെല്ലാരും ഇന്നലത്തെ ഞാൻ പറഞ്ഞ പോലെ മറ്റേ റേഷ്യോസ് അതിന്റെ വർക്കിങ്സ് നോക്കിയോ? നമുക്ക് തന്നെ അത് ചെയ്യാം. ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ലോഡ് ആവുന്നില്ല. ഇന്നലെ രാത്രി തൊട്ട് ഈ പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് അതേ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എന്തിൽ ചെയ്ത് കാണിച്ചു തരാം? എന്റെ ലാപ്പിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെസിമെൻ എക്സാം ആണ്. അപ്പോൾ സ്പെസിമെൻ എക്സാമിന്റെ നമുക്ക് ഈ ഒരു ഫോമാറ്റ് ഒക്കെ അവർ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ വേണം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഫോമാറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ദി പ്രീ ഫോമാറ്റഡ് റെസ്പോൺസ് പ്രൊവൈഡഡ് ഇൻ ദി ഫോളോയിങ് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏതൊക്കെ റേഷ്യോസ് ആണ് കണ്ടുപിടിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ സർ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ റേഷ്യോസ് മൊത്തം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൊത്തം ഇരുന്ന് വായിക്കണം. ആൻഡ് പിന്നെ ഇതിനുള്ള എന്ത് കൊടുക്കണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഫോർ 2015 ആൻഡ് 2014 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞേ. ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 810 divided by 2700 into 100. Operating profit margin would be 235 divided by 2700 into 100. ROC എത്രയായിരിക്കും? 235 divided by capital employed. Capital employed is equity plus non-current liability. അല്ലേ? യെസ്. 805 plus 400. Then comes net asset turnover. That is revenue is 2700 divided by 805 plus 400 ശരിക്കും എത്രയാ? 1205. Okay. പിന്നെ debt by equity 400 divided by 805 into 100. Return on capital employed into 100. Interest cover. Profit is 235 divided by interest is 40. Okay അല്ലേ? ഇതേ വർക്കിങ്സ് ആർക്ക്? 728 divided by 1820 into 100. 398 divided by 1820. Now 398 divided by now the equity is 545 plus 100 is 645 into 100.
ഇവിടെ ഉണ്ട് 100. പിന്നെ 1820 divided by 645. പിന്നെ 100 by 545. 200. പിന്നെ 398 divided by എത്രയായിരുന്നു 5. മക്കളെ ഇനി കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോസ് എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ 30%, 40%. അല്ല അവിടെ അല്ല 40%. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് 8.7. 8.7%. 21.9. അടുത്തത് 19.5. 19.5%. പിന്നെ 61 അല്ലേ? പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ? 7. 61.7%. നെറ്റ് അസറ്റ് ടേൺ ഓവർ 2.24. 2.82. $49.7. 18.3. 5.9. 79.6. ഓക്കെ. Okay, sir. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്? റേഷ്യോ കാൽക്കുലേഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? Yes, sir. അടുത്തത് നമുക്ക് റേഷ്യോന്റെ എന്തോരം എക്സ്പ്ലനേഷൻ സ്ക്രീൻ ആണ് വരാൻ. കാണുന്നില്ല അല്ലേ? ആണോ? ഒരു സെക്കൻഡ്, ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതാക്കട്ടെ. കാണുന്നുണ്ടോ? ഒരു സെക്കൻഡ്. ഇപ്പൊ സ്ക്രീൻ വന്നോ? വന്നു സർ. ഓക്കെ.
ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ റേഷ്യോസും അതിന്റെ ഡിസ്കഷൻസും പറയണം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ പാർട്ടില് ഇത് മാത്രമാണ്, വർക്കിങ്സ് മാത്രമാണ് ചോദിച്ചത്, റേഷ്യോ കാൽക്കുലേഷൻ മാത്രമാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടില് നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ ടാബുലർ ഫോർമാറ്റ് ഫോളോ ചെയ്യണോണ്ട് ഈ സെയിം റേഷ്യോസിന്റെ സാധനം നമ്മൾ എന്ത് ചെയ്യും? ഇവിടേക്ക് കോപ്പി ചെയ്യും. ഓക്കെ അല്ലേ? എന്നിട്ട് ഡിസ്കഷൻ എല്ലാത്തിനും ഇങ്ങനെ ടേബിളിലായിട്ട് എഴുതും. അപ്പൊ നമ്മൾ ഭയങ്കര എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? Okay. ഇനി കമ്മിങ് ടു ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ. അതിനു മുമ്പ് നമ്മളോട് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം. Analyze the performance and position of H Group for the year ended 30th September 2014 and 15. ഇതാണ് ഒരു പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ. ആൻഡ് വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക്കലി കമന്റിങ് ഓൺ ഹൗ ആക്വിസിഷൻ ഓഫ് മെൽറ്റിംഗ് കമ്പനി ആൻഡ് സക്സസ്ഫുൾ ടെൻഡർ മേ എഫക്ട് കമ്പാരബിലിറ്റി. അപ്പൊ കമ്പാരബിലിറ്റി എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് സെപ്പറേറ്റ്ലി പറയും വേണം. അപ്പൊ ഇവിടെ ശരിക്കും രണ്ട് എന്തുണ്ട്? റിക്വയർമെന്റ് ഉണ്ട്. ഇനി ഇവിടെ എനിക്ക് നിങ്ങൾ എല്ലാരും ഇതൊന്ന് വായിക്കണം ആദ്യം. എല്ലാരും ഇതൊന്ന് വായിച്ചേ. എല്ലാരും വായിച്ചു കഴിഞ്ഞാ അപ്പൊ ഇവിടെ നോക്കുമ്പോ 1st October 2014 H Group consisted of the parent and two wholly owned subsidiaries which had been owned for many years. On 1st January 2015, H purchased the wholly owned subsidiary, അത് മൂന്നാമത്തെ wholly owned subsidiary called M Company. The consideration paid for M Company was a combination of cash and share. The cash payment was partly funded by an issue of 5% loan note. അപ്പൊ ഇതിനു വേണ്ടി അവർ പുതിയൊരു ലോണും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. On 1st January, H also won a tender for significant new contract to supply aircraft engines that H Company manufactures under a recently acquired long-term license. The long-term license is recognized in other intangible assets. M Company was purchased with the view of securing the supply of specialized material used to manufacture these engines. The bidding process had been very competitive and H had to increase its manufacturing capacity to fulfill the contract. Following the acquisition, the remainder of H Group companies faced economic uncertainty വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെ. So experimented with different pricing strategies and offers to customers to boost revenue. അപ്പൊ നമ്മുടെ മാർജിൻസ് ഒക്കെ വീണിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കണം കാരണം. റൈസിങ് എനർജി കോസ്റ്റ് ഡ്യൂറിങ് ദി ഇയർ വർ എക്സ്പീരിയൻസ്. അപ്പൊ റൈസിങ് എനർജി കോസ്റ്റ് വന്നപ്പോ എന്ത് കൂടിയിട്ടുണ്ടാവും? എക്സ്പെൻസസ് കൂടിയിട്ടുണ്ടാവും. ആൻഡ് ഡിവിഡൻസും പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഇവിടെ തന്നെ കുറെ കാരണങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഫസ്റ്റ് തിങ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എഴുതാം. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ എങ്ങനെ എഴുതണത്? ഇവിടെ നോക്കിയേ, നമ്മുടെ റവന്യൂ കമ്പാരിറ്റീവ്ലി എന്തായിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഈ റവന്യൂവിന്റെ ഉള്ളിൽ ആരും കയറി വന്നിട്ടുണ്ട്? എം കമ്പനീന്റെ 9 months കയറി വന്നിട്ടുണ്ട്. പക്ഷെ അത് ആഡ് ചെയ്തിട്ട് പോലും ദ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഫെൽ അബൌട്ട് ബൈ 10%. 14 എത്രയിലേക്ക് വീണിട്ടുണ്ട് മക്കളെ? 30 വീണിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ 10% ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ റിലേറ്റീവ് ടേംസ് വെച്ചിട്ട് പറയാം. ഈ റിലേറ്റീവ് ടേംസ് വെച്ച് എഴുതാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ എഴുതും ദ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഹാസ് ഫോളൻ ബൈ ഇത്ര പെർസെൻറ്റേജ് ഇൻ റിലേറ്റീവ് ടേംസ് ആൻഡ് പിന്നെയാണ് നമ്മൾ റീസൺസ് എഴുതി തുടങ്ങുക. ഓക്കെ അല്ലേ? ദിസ് കുഡ് ബി ബിക്കോസ് ദി കമ്പനി ഹാസ് റെഡ്യൂസ് ദി സെല്ലിംഗ് പ്രൈസ്. അതായത് ഇവിടെ സെയിൽസ് പ്രൊമോഷനും കാര്യങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? വൈൽ പ്രൊഡ്യൂസിങ് ദ കോസ്റ്റ് വിച്ച് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പൊ പ്രോഫിറ്റ് ഫ്രം സെയിൽ എന്തായിട്ടുണ്ടാവും? ലോവർ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഹയർ എനർജി കോസ്റ്റ് വരുന്ന സമയത്ത്
അത് ഒരു എക്സ്പെൻസ് ആയിട്ടല്ല എടുക്കേണ്ടത്. പക്ഷെ പെർ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ അത് കൂടൂലേ മക്കളെ? അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത എനർജി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാറില്ലേ? അപ്പൊ അങ്ങനെ ഇവിടെയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ അല്ലേ? Okay. അപ്പൊ ഇവിടെ നിന്നാണ് ഈ രണ്ട് എന്തെടുത്തത്? നമ്മുടെ എക്സ്പ്ലനേഷൻസ് എടുത്തത്. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ദ മാർജിൻ ഈവൻ ഫെൽ മോർ അബൌട്ട് 13% കുറഞ്ഞു. This means the expenses increased a lot. The main reason is that extra cost എന്ത് കാരണം കൊണ്ട് കമ്പനീനെ വാങ്ങി. സച്ച് ആസ് ലീഗൽ ഫീസ് വന്നിട്ടുണ്ടാവും, പ്രൊഫഷണൽ ചാർജസ് വന്നിട്ടുണ്ടാവും, ടെൻഡർ കോസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഓവറോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തായിട്ടുണ്ട്? റെഡ്യൂസ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? Okay, sir. പിന്നെ ROC, ഇതൊക്കെ എന്തിനെ ഡയറക്ട്ലി എഫക്ട് ചെയ്തിട്ടുണ്ടാവും? ROCനെ. ROC നല്ലോണം വീണു. This means that the company is not earning good returns from the money invested. Capital എന്തുകൊണ്ടാണ് ഇൻക്രീസ് ആയത്? ഒന്ന് നമ്മൾ ഷെയർ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്യാഷ് കൺസിഡറേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ബട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്തായി? കുറഞ്ഞു. അപ്പൊ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രോഫിറ്റ് എന്താണ്? കുറവാണ് ഉണ്ടാക്കണുള്ളൂ. ഓക്കെ അല്ലേ? Yes, sir. പിന്നെ കമ്മിങ് ടു നെറ്റ് അസെറ്റ് ടേൺ ഓവർ റേഷ്യോ ഫോൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദി കമ്പനി ഈസ് നോട്ട് യൂസിങ് ദി അസെറ്റ്സ് efficiently to generate sales. Even though the sales increased, the assets increased much more due to in the acquisition. Also, sales were only included for etra months? 9 months. 9 months. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഫുൾ ആയിട്ടല്ലേ കാണിച്ചിട്ടുള്ളത്? Yes. അപ്പൊ അതാണ് ഒരു റീസൺ. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും മക്കളെ? ഭയങ്കര ഡയറക്റ്റ് റീസൺസ് ആയിരുന്നു, വലിയ ഡിഫിക്കൽട്ട് അല്ല. ഇനി ഗിയറിംഗ് ഇൻക്രീസ് ആയി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഡെപ്റ്റ് ഇൻക്രീസ് ആയി, പക്ഷെ ഇക്വിറ്റി വളരെ കുറവാണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പൊ കമ്പനി കൂടുതലും എന്തുമല്ലാണ് റിലൈ ചെയ്യണത്? ബോറോയിഡ് മണിയുമല്ലാണ് റിലൈ ചെയ്യണത്, വിച്ച് ഇൻക്രീസസ് ഫിനാൻഷ്യൽ റിസ്ക്. ഓക്കെ അല്ലേ? Okay, sir. ആൻഡ് ഫൈനലി ഇൻട്രസ്റ്റ് കവർ എന്തായി? ഭയങ്കരമായിട്ട് വീണു. എന്തുകൊണ്ടാ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വീഴുകയും ചെയ്തു, ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുകയും ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ ദി കമ്പനി ടു പേ ഇൻട്രസ്റ്റ് ഫ്രം ഇറ്റ്സ് പ്രോഫിറ്റ്സ്. ഓക്കെ ആണോ മക്കളെ? ഇനി ഇതിൽ ഞാൻ റീസൺസ് മാത്രം എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇത്രയും റീസൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് വെച്ച് ഇത്രയും കൂടി മാർക്ക് സ്കോർ ചെയ്യാം? റിലേറ്റീവ് ടേംസും കൂടി വെച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ റിലേറ്റീവ് ടേംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗത്തും എഴുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് 1/4 മാർക്കൊക്കെ ആയിട്ട് കയറി വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? Okay, sir. ഇപ്പൊ നമ്മൾ പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ആണ് ചെയ്തത്. ഇനി ഈ ആക്വസിഷൻ ആൻഡ് ഈ ടെൻഡർ ഒക്കെ എങ്ങനെ നമ്മുടെ കമ്പാരബിലിറ്റീനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത്.
മക്കളെ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ദാറ്റ് ഇസ് നമ്മുടെ ഹൗ ഇറ്റ് വിൽ എഫക്ട് ദി കമ്പാരബിലിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ സ്പെസിഫിക് റീസൺസ് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? The company now has to pay extra interest on the new loan. It also has to repay the loan amount. This could create cash problems and become a going concern. അപ്പൊ നേരത്തെ ഈ ലോൺ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഈ ലോൺ ശരിക്കും സ്പെസിഫിക്കലി എന്തിനു വേണ്ടി എടുത്തതാണ്? ആക്വിസിഷന് വേണ്ടി എടുത്തതായോണ്ടും കമ്പയർ ചെയ്യണത് തമ്മിൽ നമ്മൾ ഡെറ്റ് ഫിനാൻസുമിലാണ് റൺ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു കമ്പാരബിലിറ്റി ഇഷ്യൂ വരും. പിന്നെ the year's profit include only 9 months of M company's income and expense, but last year did not include in the M at all. So comparing this year and last year is not fully fair. Then a company may have spent a lot of money to win and start the new contract before earning any income from it. These one-time costs profit na reduce ചെയ്യും. പക്ഷെ അത് എല്ലാ കൊല്ലം വരൂലല്ലോ. അപ്പൊ അതും കമ്പാരിസണിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ പെർഫോമൻസ് ഡയറക്ട്ലി പുഷ് ചെയ്ത് കാണിക്കൂല. പിന്നെ the year's financial position includes all assets and liabilities of M, including large intangible. So total assets എന്താവും? much higher than last year വരും. അപ്പൊ ഈ പോയിന്റ് ശരിക്കും ഞാൻ ഈ പോയിന്റിന്ന് ഇത് P&L ബേസിസിൽ പറഞ്ഞത് ഇത് ബാലൻസ് ഷീറ്റിന്റെ ബേസിസിൽ പറഞ്ഞു എന്നുള്ള. അപ്പൊ 2 പോയിന്റ് ആയി കിട്ടി. പിന്നെ there is also extra goodwill. അപ്പൊ goodwill ഉണ്ടായിരുന്നു. But we don't know how much of the goodwill is from the new purchase and whether a part of it has been impaired എന്നുള്ളത്. പിന്നെ the company borrowed in the 300 million loan to buy M. It is unclear whether this investment will generate enough profits in future. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് കാരണം മാത്രം നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ഈ ശരിക്കും ഇത്രയും പോയിന്റ്സ് എഴുതണ്ട, എനിക്ക് പറ്റാവുന്ന എല്ലാ പോയിന്റ്സ് എഴുതി വെച്ചു എന്നല്ലോ. നിങ്ങളൊരു 3 പോയിന്റോളം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? Yes, sir. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? ഹലോ. Yes, sir. അപ്പൊ നമ്മള് ഈ 4 ഡേയ്സോടുകൂടി നമ്മുടെ മൊത്തം ഒരു പാസ് പേപ്പർ മൊത്തം തീർത്തിട്ടുണ്ട്. ഞാൻ മാക്സിമം ആ പാസ് പേപ്പർ എന്തിൽ തന്നെ കാണിക്കണം എന്നുണ്ടായിരുന്നു? നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ, സോ ദാറ്റ് എക്സാം എഴുതാൻ ആ ഫീൽഡിൽ തന്നെ കാണിക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഇന്നും മറ്റേ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം വർക്ക് ആവാത്തോണ്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാരും ഇനി നല്ലോണം ഇരുന്നിട്ട് എഫേർട്ട് ഇട്ട് പഠിക്കണം കേട്ടോ മുന്നോട്ടേക്ക്. അപ്പൊ ഇതോടെ നമ്മുടെ മാരത്തോൺ സെഷൻ കംസ് ടു ആൻ എൻഡ്. അപ്പൊ മാക്സിമം എഫേർട്ട് ഇടാം. ഈ വലിയ ക്വസ്റ്റ്യൻസ് മൂലം ഒന്നും കൂടി എല്ലാവരും റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് MCQസും കാര്യങ്ങളും ഒന്നും കൂടി ഒന്ന് സോൾവ് ചെയ്ത് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ?